രക്ഷകനായ യേശുവിനെ കാണുവാൻ ആർക്കാണ് ആദ്യം ഭാഗ്യം ലഭിക്കുക? ഒരുപക്ഷെ രാജാവിന്? അല്ല അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരന്. അതുമല്ലെങ്കിൽ ധാരാളം രത്നവും സ്വർണവുമുള്ള ധനികന്. ദേ ഒരു മാലാഖ. ലോകരക്ഷകനായ യേശുവിനെ കാണുവാൻ ആദ്യം ഭാഗ്യം ലഭിക്കുന്നത് ആർക്കെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പോകുന്ന വഴിയെ നോക്കിയാൽ ആർക്കാണ് സന്ദേശം ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. മടുത്തു. പകല് മുഴുവൻ വെയിലും കൊണ്ട് കുന്നുകൾ താണ്ടി ആടുകളെ മേയ്ക്കണം. വൈകുന്നേരമായ ഈ കാലികളുടെ കൂടെ ദുർഗന്ധം ശ്വസിച്ച് കഴിയണം. ഇതെല്ലാം സഹിക്കാം. രാത്രിയായാൽ തണുപ്പ് തുടങ്ങും. മറ്റുള്ളവർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഈ താഴ്വാരത്ത് നമ്മൾ മാത്രം തണുത്തു മരവിക്കും. സഹിക്ക്. പൂർവികർ നമുക്ക് കൈമാറി തന്ന തൊഴിലല്ലേ. നമ്മൾ നമ്മുടെ മക്കൾ, അങ്ങനെ നമ്മുടെ തലമുറ മുഴുവൻ ആട്ടിടയർ. ആര് ചത്താലും ജീവിച്ചാൽ അവന്റെ ഒരു കിന്നര വായന. ഞാനിത് വാങ്ങിച്ച് ഒടിച്ചു. ജെസ്സേ, എടാ ജെസ്സേ. ചേട്ടന്മാരെ, നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ചെയ്യുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് ഒന്നിനോടും ദേഷ്യം തോന്നില്ല. ദുഃഖങ്ങളും വേദനകളും വരുമ്പോൾ ഞാൻ ഈ കിന്നരം വായിക്കും. ഇതിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതം. നിർത്ത്. അവന്റെ ഒരു സംഗീതം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും മാത്രമേ ഉള്ളൂ. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചു തീർത്താൽ മതി. നമ്മുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാവും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇവന് ഭ്രാന്ത. ചേട്ടന്മാരെ, നോക്കി, ഒരു മാലാഖ. ഞങ്ങൾ കാണുന്നില്ല. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ഞാൻ കണ്ടു. മാലാഖയെ ഞാൻ കണ്ടു. എവിടെയോ, ഇവിടെ എവിടെയോ മാലാഖയുണ്ട്. ഞങ്ങൾക്ക് കാണാം ഒരു മാലാഖ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾക്കായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ലോകരക്ഷകനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സമയം കളയണ്ട, നമുക്ക് വേഗം ബെത്ലഹേമിലേക്ക് പോകാം.